ശിവ കിടക്കുന്നതിൻ്റെ അടുത്തേക്ക് വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ആദി കടന്നു വന്നു. ഉയർന്നു താഴ്ന്ന ശ്വാസമെടുപ്പ് അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലായി. പതുക്കെ അവളെ തിരിച്ചു കിടത്തി. കണ്ണുകൾ കലങ്ങിക്കിടക്കുന്ന അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി. മാപ്പ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൾ എന്നെ ചുണ്ടിൽ കൈ ചേർത്ത് വെച്ച് വേണ്ട എന്ന് തലയാട്ടി. ഇഷ്ടാവൂ എന്നെ? അവളുടെ കൈമാറ്റി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തലയാട്ടി ചിരിച്ചു. അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ ചേർന്ന ചുംബനം. അവൾ നെറ്റി ചുളിച്ച് എന്നെ നോക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചതും അവൾ എൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. അവളെ ചേർത്ത് പിടിക്കാൻ കൈകൾ ഉയർത്തുമ്പോഴാണ് നെഞ്ചിൽ വല്ലാത്ത വേദന തോന്നുന്നത്. പല്ലുകൾ ആഴത്തിൽ ആഴ്ത്തുവാണ് കാന്താരി. പിടിച്ചു മാറ്റി അവളെ ഉറ്റു നോക്കുമ്പോഴേക്കും അവൾ പല്ലുകൾ ആഴ്ത്തിയെടുത്ത് അമർത്തി ചുംബിച്ചു. കട്ടിലിൽ അവളോട് ഒട്ടിക്കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞാൻ അവളുടെ കവിളിൽ ഒരു ഉമ്മ വെച്ചു. ഒരു പിടച്ചിലും ഒരു വിറയലും അവളിലുണ്ടായി. ഒന്നുകൂടി ചുണ്ടമർത്തി. നല്ല രസം. മേഘത്തിൽ തൊട്ടതുപോലെ. ഒന്നുകൂടി ഉമ്മ വെച്ചു. വീണ്ടും വീണ്ടും നിർത്താതെ ഉമ്മ വയ്ക്കാൻ തോന്നി. ചുണ്ടുകൾ അമർത്തി വെച്ചുകൊണ്ട് അങ്ങനെ കുറേ നേരം കിടന്നു. തല ഉയർത്തി നോക്കുമ്പോൾ അവളുടെ വിറക്കുന്ന ചുണ്ട് കണ്ടു. മനസ്സ് കൈവിട്ടു പോകുന്നതറിഞ്ഞു. ശിവ, ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടടി. ഞാൻ ചോദിച്ചു കേട്ട് അവൾ കവിൾ കാണിച്ചു. ഞാൻ ചിരിയോടെ അവളുടെ മുഖം എനിക്ക് നേരെ തിരിച്ചു. അവിടെയല്ല, ഞാനൊരു ചമ്മലോടെ പറഞ്ഞു. കൂർപ്പിച്ച് നോക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിൽ തൊട്ടു. ദേഷ്യായോ? ഞാൻ പതുക്കെ അവളോട് ചോദിച്ചു. ഇല്ല എന്ന് തലയാട്ടുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഒരിക്കലും തോന്നില്ലേ? ഞാൻ വീണ്ടും ചോദിച്ചു. ഇല്ലെന്ന് തലയാട്ടുന്ന അവളുടെ ചുണ്ടിലേക്ക് ആവേശത്തോടെ ചുണ്ട് ചേർത്തു. വല്ലാത്തൊരനുഭൂതി. ഉപ്പും മധുരവും കലർന്നൊരു രുചി നാവിൽ അറിഞ്ഞപ്പോൾ നാവുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി. അവളുടെ പിടച്ചിൽ കൂടിയപ്പോൾ കൈ ഇടുപ്പിൽ ചേർത്ത് അമർത്തി. പഞ്ഞി പോലെ അവൾ എന്നിലേക്ക് ചേർന്നു. എനിക്ക് അവളിലേക്ക് ചേരാൻ തടസ്സമായതൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ അവളുടെ മാറിൽ ചേർന്ന് കിടക്കുന്ന താലി കണ്ടു. ഞാനതിൽ ചുണ്ടമർത്തി. അവളുടെ നിശ്വാസങ്ങളുടെ വ്യതിയാനങ്ങളിലും അടഞ്ഞ ശബ്ദങ്ങളിലും ഞാൻ അവളെ അറിഞ്ഞു. ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അവളുടെ അണിവയറിലെ മൃദുലതയിൽ ചുണ്ട് ചേർക്കുമ്പോൾ അറിയാതെ പല്ലുകൾ അമർന്നു. എൻ്റെ മുടിയിൽ കോർത്തു വലിക്കുന്ന അവളുടെ വിരലുകൾ എന്നിൽ ആവേശം കൂട്ടിയതേയുള്ളൂ. ഒടുവിൽ അവൾക്ക് നോവ് കൊടുത്തുകൊണ്ട് ഞാൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ നഖം എൻ്റെ പുറത്ത് അമരുന്നതറിഞ്ഞു. വിയർത്തു കുളിച്ച് ആദി എന്നിലേക്ക് തളർന്നു വീഴുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തെരിച്ചു. ശിവ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താൻ കണ്ടത് സ്വപ്നമായിരുന്നെന്ന്. പുറത്ത് അപ്പോഴും നല്ല ഇരുട്ടായിരുന്നു. അവൾ വേഗം ഫോണെടുത്ത് സമയം നോക്കി. ഫോണിലെ സമയം കണ്ടതും ശിവയൊന്ന് അമ്പരന്നു. 5 മണി ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീണ്ടും കിടന്നാൽ ഉറക്കം വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ എഴുന്നേറ്റു. ആദ്യം നല്ല ഉറക്കത്തിലായിരുന്നു. ശിവ അവനെയും നോക്കി ഷെൽഫ് തുറന്നു. എല്ലാ ടൈപ്പ് ഡ്രസ്സും അതിൽ വൃത്തിയായി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഡ്രസ്സ് ഇടണമെന്ന് ആലോചിച്ച് അവൾ ആകെ കൺഫ്യൂസ്ഡായി. ഒരുപാട് നേരത്തെ ആലോചനക്കൊടുവിൽ ഷെൽഫിൽ നിന്നും ഒരു വയലറ്റ് കളർ സാരി എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറി. കുളിച്ചു വന്നപ്പോഴും ആദ്യം സുഖനിദ്രയിൽ തന്നെയായിരുന്നു. അവൾ മുടിയിലെ വെള്ളം തോർത്തിക്കളഞ്ഞ് 2 സൈഡിലുമായി വിടർത്തിയിട്ടു. ശേഷം കുങ്കുമച്ചപ്പിൽ നിന്നൊരു നുള്ളു സിന്ദൂരമെടുത്ത് അവൾ സ്വയം തന്നെ തൻ്റെ സീമന്തരേഖയിലേക്ക് തൊട്ടു. താലി മാത്രമായിരുന്നു കഴുത്തിലുണ്ടായിരുന്നത്. ഒന്നുകൂടി ആദ്യം നോക്കി ശിവമെല്ലെ താഴേക്ക് ചെന്നു. താഴെയെത്തി നോക്കിയതും ആരും ഉണർന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അത് കണ്ടതും ശിവ നേരെ പൂജാമുറിയിലേക്ക് ചെന്നു. വിളക്ക് തെളിയിച്ച് കുറച്ചു സമയം മൗനമായി പ്രാർത്ഥിച്ചു നിന്നു. ആ മോള് നേരത്തെ തന്നെ എഴുന്നേറ്റോ? ദേവകിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ശിവ പ്രാർത്ഥനയിൽ നിന്ന് മുക്തയായത്. അവൾ തിരിഞ്ഞ് ദേവകിയെ നോക്കി പുഞ്ചിരിച്ചു. രാവിലെ തന്നെ കുളിയും കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി വിളക്കുകൊളുത്തി നിൽക്കുന്ന ശിവയെ കണ്ടതും ദേവകിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. മോൾ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? കുറച്ച് സമയം കൂടി കിടക്കായിരുന്നില്ലേ? ദേവകി ചോദിച്ചു. പുലർച്ചെ തന്നെ ഞെട്ടി. പിന്നെ ഉറക്കം വന്നില്ലമ്മേ. അപ്പൊ പിന്നെ കുളിച്ച് താഴേക്ക് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ ആരും ഉണർന്ന് കാണാത്തതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. ശിവ നിഷ്കളങ്കമായി മറുപടി കൊടുത്തു. ദാസേട്ട ഇപ്പോൾ ഉണരും. ആദ്യം എഴുന്നേൽക്കാൻ 7:30 ആവും. ലീവുള്ള ദിവസങ്ങളിൽ പിന്നെ പറയും വേണ്ട. 10 മണിക്കൊക്കെ നോക്കിയാൽ മതി. സെയിം പിച്ച്. ദേവകി പറഞ്ഞു കേട്ടതും ശിവ മനസ്സിൽ പറഞ്ഞു. മോള് വാ, അമ്മ കാപ്പി ഉണ്ടാക്കി തരാം. ശിവ ദേവകിയോടൊപ്പം അടുക്കളയിലേക്ക് പോയി. എന്റെ ദേവി, എനിക്ക് യാതൊരുവിധ പരിചയമില്ലാത്ത സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അടുക്കള കാര്യത്തിൽ കട്ടയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടാകണേ. ശിവ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് അടുക്കളയിലേക്ക് കയറി. ദേവകി കൊടുത്ത കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ ശിവയും ദേവകിയെ ജോലിയിൽ സഹായിച്ചു കൊടുത്തു. മോളെ, ദാസേട്ട് എഴുന്നേറ്റിട്ടുണ്ടാവും. മോള് നീ കാപ്പി കൊടുക്കാമോ?
ഞാൻ അപ്പോഴേക്ക് തേങ്ങയൊന്ന് വറുക്കട്ടെ. വറുത്തരച്ച കടലക്കറിയാ ആദിക്ക് ഇഷ്ടം. അതിനെന്താ അമ്മേ, കൊടുക്കാലോ. ഇങ്ങ് തന്നേക്ക്. ശിവ കോഫിയുമായി പുറത്തെ വരാന്തയിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഓ സോറി, ഗുഡ് മോർണിംഗ് അച്ഛാ. അത് കേട്ടതും പത്രവായനയിലായിരുന്ന ദേവദാസ് ശിവയെ നോക്കി പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് മോളെ. പിന്നെ മോള് സോറി ഒന്നും പറയണ്ട, മോൾക്ക് ശീലമില്ലാത്തതുകൊണ്ടല്ലേ. ദാസ് പറഞ്ഞത് കേട്ടതും ശിവക്ക് ആശ്വാസമായി. എന്തെങ്കിലും പുതിയ ന്യൂസ് ഉണ്ടോ അച്ഛാ? ശിവ ആകാംക്ഷയോട് ചോദിച്ചു. ആസ് യൂഷ്വൽ മോളെ, വെട്ട് കുത്ത് പീഡനം ഇതൊക്കെ തന്നെയുള്ളൂ. ഇതാണ് ഞാൻ പത്രം വായിക്കാത്തത്. പറഞ്ഞു കഴിഞ്ഞതും ശിവ പെട്ടെന്ന് ആക്കടിച്ചു. ശിവയുടെ പ്രവൃത്തി കണ്ടതും ദേവദാസ് ചിരിക്കാൻ തുടങ്ങി. ശിവയും അയാളോടൊപ്പം കൂടി. കുറച്ചു സമയം ദാസിനോടൊപ്പം ഇരുന്നതിന് ശേഷം ശിവ ദേവകിയുടെ അടുത്തേക്ക് പോയി. ദേവകി കൊടുത്ത കോഫിയുമായി മനസ്സില്ലാ മനസ്സോടെ തങ്ങളുടെ മുറിയിലേക്ക് പോവുകയാണ് ശിവ. മുറിയിലെത്തിയതും ആദ്യം എഴുന്നേൽക്കാതെ കണ്ടപ്പോൾ അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. ആദ്യം എഴുന്നേൽക്കുന്നതിന് മുന്നേ അവിടുന്ന് പോകണമെന്ന ഉദ്ദേശത്തിൽ അവൾ വേഗം കോഫി ടേബിൾ വെച്ച് നടക്കാൻ തുടങ്ങി. നടത്തത്തിന്റെ ധൃതിയിൽ സാരി തടഞ്ഞത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തോ വീഴുന്ന പോലെയുള്ള ശബ്ദം കേട്ടാണ് ആദ്യം ഞെട്ടിയുണർന്നത്. നോക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്ന ശിവയാണ് അവൻ കണ്ടത്. വീഴ്ചയിൽ ശിവ ഉടുത്ത സാരിയുടെ ഞൊറി തെന്നിപ്പോയിരുന്നു. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ആദിയുടെ നോട്ടം ഒരു തവണ അവളുടെ വയറിലേക്ക് പോയി. എന്റെ കൃഷ്ണ, കൺട്രോള് തരണേ. നോട്ടം മാറ്റാതെ ആദി മനസ്സിൽ പറഞ്ഞു. ആ ബെസ്റ്റ് ആദി, റൊമാൻസിന്റെ ഗുരുവിനോടാ നീ നിനക്ക് കൺട്രോൾ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നീ ഇങ്ങനെ ഒരു പൊട്ടനാവല്ലേ. വീണ്ടും അവൻ മനസ്സിൽ ആത്മകഥം പാസാക്കി. ആദിയുടെ നോട്ടം ചെന്ന ഭാഗത്തേക്ക് നോക്കിയതും ശിവ പതറിപ്പോയി. അവൾ അവനെ രൂക്ഷമായി നോക്കി വേഗത്തിൽ തന്നെ സാരി നേരെയാക്കി. അവളുടെ തുറിച്ചുള്ള നോട്ടം കണ്ടതും സ്ഥലകാരബോധം വന്ന പോലെ ആദി പെട്ടെന്ന് അവളുടെ വയറിലുള്ള നോട്ടം മാറ്റി. സാരി ആയതുകൊണ്ട് തന്നെ അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അവളുടെ പ്രവൃത്തി കണ്ടതും ആദി വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൾ തടയാനും പോയില്ല. ശിവ, വല്ലതും പറ്റിയോ? എവിടെയെങ്കിലും തട്ടിപ്പോയോ? ടെൻഷനോടെ ആദി തിരക്കി. ഇല്ല, കുഴപ്പമില്ല, ഐ എം ഓക്കെ. പിന്നെ കോഫി അവിടെ വെച്ചിട്ടുണ്ട്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ശിവ വേഗത്തിൽ താഴേക്ക് പോയി. നടക്കുമ്പോൾ ഇത്തിരി വേദന ഉണ്ടായെങ്കിലും അവളത് പ്രകടിപ്പിച്ചില്ല. ഫ്രഷായി താഴേക്ക് വരുമ്പോൾ ഭക്ഷണമെല്ലാം ടേബിൾ എടുത്ത് വെക്കുന്ന ശിവയെയാണ് ആദി കണ്ടത്. അവൻ വന്നതും എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ശിവയും അവരോടൊപ്പം ഇരുന്നു. ശിവ അവർ ചോദിക്കുന്നതിന് മാത്രം മറുപടി കൊടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിഞ്ഞതും ദേവികയോടൊപ്പം ശിവയും അടുക്കളയിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ശിവക്ക് കാലിൽ നിന്നുള്ള വേദന അസഹനീയമായി. എന്തുപറ്റി മോളെ? ശിവയുടെ മുഖം കണ്ട് ദേവകി ചോദിച്ചു. അത് ഒന്നുമില്ലമ്മേ. നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ ഉണ്ടെന്ന്. എന്താണെങ്കിലും പറ മോളെ. അതമ്മ, ഞാൻ സാരി തടഞ്ഞ് റൂമിലൊന്ന് വീണിരുന്നു. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ കാല് വല്ലാതെ വേദനിക്കുന്നു. ശിവ പറഞ്ഞു കേട്ടതും ദേവിക്ക് ശിവയുടെ സാരി അല്പം പൊക്കി കാലിലേക്ക് നോക്കി. നോക്കുമ്പോൾ അത്യാവശ്യം നീര് വന്നിട്ടുണ്ടായിരുന്നു. മോളെ, നീര് വന്നിട്ടുണ്ട്, അതുകൊണ്ടാ വേദന. നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാം. ഹോസ്പിറ്റലിൽ നിന്ന് പോകണ്ടമ്മേ, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. വേദന കടിച്ചു പിടിച്ച് ശിവ പറഞ്ഞു. അവളുടെ ശബ്ദം കേട്ട് ആദിയും ദാസും അങ്ങോട്ടേക്ക് എത്തി. എന്താ, എന്തുപറ്റി? കാര്യമറിയാതെ ദാസ് ചോദിച്ചു. ദാസേട്ടാ, മോളൊന്ന് വീണു, ഇപ്പൊ കാലൊക്കെ നല്ലവണ്ണം നീര് വെച്ചിട്ടുണ്ട്. അത് കേട്ടതും ആദി ശിവയെ നോക്കി. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അത് കണ്ടതും നല്ല വേദന അവൾ അനുഭവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. വാ മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ സാധിക്കില്ല, ചിലപ്പോൾ ഇനിയും വേദന കൂടാനാ ചാൻസ്. ശിവയെ നോക്കി ദാസ് പറഞ്ഞു. വേണ്ടച്ചാ, ചൂട് പിടിച്ചു കഴിഞ്ഞാൽ മാറും, ഹോസ്പിറ്റലിൽ നിന്ന് പോകണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? അവളുടെ വർത്തമാനം കേട്ട് ആദി ദേഷ്യത്തിൽ ശിവയെ നോക്കി ചോദിച്ചു. ആദിയുടെ ചോദ്യത്തിന് അവൾ മറുപടിയും നൽകിയില്ല. അമ്മേ, ഞാൻ കാറെടുക്കാം, അപ്പോഴേക്കുള്ള അങ്ങോട്ട് കൊണ്ടുപോവാ. അത്രമാത്രം പറഞ്ഞ് വീണ്ടും രൂക്ഷമായൊരു നോട്ട് ശിവയ്ക്ക് സമ്മാനിച്ച് ആദി പോയി. ദേവകിയെ താങ്ങി ശിവ എങ്ങനെയൊക്കെയോ വരാന്ത വരെ നടന്നൊപ്പിച്ചു. കാറിന്റെ ഫ്രണ്ട് സീറ്റിലാണ് ശിവയെ ഇരുത്തിയത്. കൂടെ പോകാൻ ചെന്ന ദേവദാസിന് ആദി തടഞ്ഞു. അച്ഛൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞാൽ മതി, അമ്മയുടെ ഒറ്റക്കല്ലേ, അതുകൊണ്ട് അച്ഛൻ വരണ്ട. ആദി പറഞ്ഞു കേട്ടതും അതാണ് ശരിയെന്ന് ദാസിനും തോന്നി. ആദി കാറ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ നിമിഷം കഴിയും തോറും ശിവക്ക് വേദന കൂടുന്നതായി തോന്നി. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ആദി അവളോടൊന്നും തന്നെ സംസാരിച്ചില്ല. അവന്റെ മുഖത്ത് പതിവിലും ഗൗരവം നിറഞ്ഞിരുന്നു. കാറിൽ നിന്നിറങ്ങാൻ വിഷമിച്ച ശിവയെ ആദി തന്നെ പിടിച്ചിറക്കി. അവൾ തടയാൻ ശ്രമിച്ചെങ്കിലും അവന്റെ നോട്ടം കണ്ടപ്പോൾ മറുത്തൊന്നും പറഞ്ഞില്ല. ദാസിന്റെ ഫ്രണ്ടായിരുന്നു ഡോക്ടർ, അതുകൊണ്ട് വിശദമായി തന്നെ ശിവയെ അദ്ദേഹം പരിശോധിച്ചു. ചതവൊന്നും കാണുന്നില്ല, കാല് കുറെ സമയം തൂക്കിയിട്ടുകൊണ്ടാ നീര് വന്നു, അതുകൊണ്ടാണ് വേദനയും. ഞാനൊരു ഇഞ്ചക്ഷൻ തരാം, അത് കഴിഞ്ഞാൽ വേദന കുറയും. ഒരു ഓയിൻമെന്റ് ഉണ്ട്, ചൂട് പിടിച്ചതിന് ശേഷം നന്നായിട്ട് പുരട്ടണം. നാളത്തേക്ക് എന്തായാലും വേദന കുറയും. ഡോക്ടർ പറഞ്ഞു കേട്ടതും ആദിക്ക് സമാധാനമായി.
ഇഞ്ചക്ഷൻ വെക്കാൻ നിന്നു ശിവ പേടിച്ച് കൈ പുറകോട്ട് വലിച്ചു. ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടർ, മരുന്നുണ്ടെങ്കിൽ അത് മതി പ്ലീസ്. ശിവയുടെ പറച്ചിൽ കേട്ടപ്പോൾ സത്യത്തിൽ ആദിക്ക് ചിരിയാണ് വന്നത്. അവൻ ചിരിക്കുന്ന കണ്ടപ്പോൾ അവൾ അവനെ തുറിച്ചു നോക്കി. ഡോൺ വറി ശിവാങ്കി, ചെറിയൊരു ഉറുമ്പ് കുത്തുന്ന വേദന അത്രയും ഉണ്ടാവും, തനിങ്ങനെ പേടിക്കാതെ. ഡോക്ടർ ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങിയതും ശിവ പേടിച്ച് കണ്ണടച്ചു. ദേ കഴിഞ്ഞു, ഇതിനാണോ ഇയാളിങ്ങനെ പേടിച്ചത്? ഡോക്ടർ ചിരിയോടെ ചോദിച്ചു. ഇനി വേഗത്തിൽ തന്നെ വേദന കുറഞ്ഞോളൂ, പിന്നെ 2 ദിവസത്തേക്ക് കാലധികം സ്ട്രെയിൻ ചെയ്യണ്ട. ഓക്കെ ഡോക്ടർ. അപ്പോൾ താങ്ക് യു ഡോക്ടർ. അയാൾ കൈ നൽകിക്കൊണ്ട് ആദി എഴുന്നേറ്റു. ഇത്തവണ ആദി പിടിച്ചപ്പോൾ ശിവ എതിർത്തില്ല. അവന്റെ താങ്ങിൽ തന്നെ അവൾ നടന്നു. ആ സമയം അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി പക്ഷേ അവൾ കണ്ടില്ല. വരുന്ന വഴിക്കും ഇരുവരും പരസ്പരമൊന്നും സംസാരിച്ചില്ല. ശിവ പുറംകാഴ്ചകളിലേക്ക് കണ്ണുനട്ടിരുന്നു. പക്ഷേ ആദിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ശിവയിലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. ശിവയോട് സംസാരിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും തൽക്കാലത്തേക്ക് അവൻ ആ ആഗ്രഹത്തെ അവന്റെ ഹൃദയത്തിൽ വെച്ച് താഴിട്ട് പൂട്ടി. ഗേറ്റ് കടന്നു വന്ന ആദിയുടെ കാറിന്റെ ശബ്ദം കേട്ടതും അകത്തു നിന്നും ദാസും ദേവകിയും ഓടി വന്നു. ആദി തന്നെ ശിവയെ പുറത്തേക്ക് ഇറക്കി. സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ശിവ എല്ലാം സഹിച്ചു നിന്നു. ആദിയോടൊപ്പം ദേവകിയും വന്ന് അവളെ ചേർത്ത് പിടിച്ചു. മോളെ, ഡോക്ടർ എന്താ പറഞ്ഞത്? ശിവയെ ചേർത്ത് പിടിച്ച് ദേവകി ചോദിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞു, നീരുള്ളതുകൊണ്ടാണ് വേദന എന്ന് പറഞ്ഞു. ചതവൊന്നുമില്ല, വേദന മാറാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഓയിൻമെന്റും. ചൂടുവെള്ളം പിടിച്ചതിന് ശേഷം പുറട്ടാനാ ഡോക്ടർ പറഞ്ഞത്. ആദിയാണ് ദേവകിയുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത്. എന്നിട്ടിപ്പോ വേദന കുറവുണ്ടോ മോളെ? കുറച്ച് കുറവുണ്ടച്ചാ, പക്ഷേ നടക്കാൻ ഇത്തിരി പാടുണ്ട്. നടക്കുന്നതിനിടയിൽ ശിവ പറഞ്ഞു. ഇന്നെന്തായാലും മോള് മുകളിലേക്ക് പോകണ്ട, താഴെ കിടന്നാൽ മതി കേട്ടോ. ദേവകി പറഞ്ഞു കേട്ടതും ആദ്യമൊന്ന് ഞെട്ടി. പക്ഷേ ശിവയുടെ മറുപടി കേട്ടപ്പോൾ ആ ഞെട്ടൽ ദേഷ്യത്തിലേക്ക് വഴിമാറി. ദേവകി പറഞ്ഞ ഉടനെ ശിവ ചാടിക്കേറി പറഞ്ഞു. ശരിയമ്മേ. ആദി ശിവയെ തറപ്പിച്ച് നോക്കിയതിനു ശേഷം വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. അവന്റെ പോക്കേണ്ടതും ദേവകിയും ദാസും പരസ്പരം നോക്കി ചിരിച്ചു. ദേവകിയും ദാസും താങ്ങി പിടിച്ച് ശിവയെ താഴെയുള്ള റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. മോള് ഇവിടെ ഇരിക്ക്, അമ്മ വേഗം ചൂടുവെള്ളം കൊണ്ടുവരാം. ഒന്ന് ചൂട് പിടിച്ച് കഴിയുമ്പോഴേക്കും നീര് കുറയും. വെപ്രാളപ്പെട്ട് ദേവകി പറഞ്ഞു. അമ്മ ധൃതി പിടിച്ച് ചെയ്യൊന്നും വേണ്ട, മെല്ലെ മതി. ശിവ ദേവകിയുടെ കൈ പിടിച്ച് പറഞ്ഞു. മോളുടെ ഒരു കാര്യം. അതും പറഞ്ഞ് ദേവകി പുറത്തേക്ക് പോയതും ശിവയുടെ ഫോൺ റിങ് ചെയ്തു. നോക്കുമ്പോൾ ശ്യാമയാണ്. അത് കണ്ടതും അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അമ്മ. ഹലോ അമ്മൂസേ, ദേവിയാണ് സംസാരിച്ചത്. അച്ഛയാണോ? അതേടാ, അച്ഛയാ. മോളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. രവിയുടെ സ്വരത്തിൽ അവളോടുള്ള വാത്സല്യം തുളുമ്പി നിന്നു. സത്യം പറഞ്ഞ അച്ഛേ, ഞാൻ നിങ്ങളൊക്കെ എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? രാവിലെ കിട്ടുന്ന അമ്മയുടെ വഴക്കും അച്ഛയുടെ സ്നേഹ ചുംബനവും എല്ലാം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാവരെയും കാണാൻ തോന്നുക. ആ നിമിഷം ശിവ രവിയുടെ അമ്മൂസ് മാത്രമായി മാറി. ഞങ്ങളും ഞങ്ങളുടെ രാജകുമാരി ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങളെപ്പോലെ തന്നെ മോള് സ്നേഹിക്കുന്നവരാ അവിടെയുള്ള എല്ലാവരും, രവി പറഞ്ഞു. അതെനിക്കറിയാം അച്ഛേ, ഇവിടെ എല്ലാവരും എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അവർക്കൊക്കെ ഞാൻ സ്വന്തം മോളെ പോലെയാണ്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയോ? ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഹാപ്പിയാണ്. ശിവ വാചാലയായി. ശിവയുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. അവളവിടെ ആക്സെപ്റ്റ് ചെയ്തെന്ന് തന്നെ അവർക്ക് ഒത്തിരി സമാധാനം നൽകി. അച്ഛന് സന്തോഷമായി മോളെ, ഒരുപാട് സന്തോഷമായി. മോള് ഇന്ന് ഇതുപോലെ സന്തോഷത്തോടെ കഴിയണം. അവിടെ എല്ലാരും എന്തു പറയുന്നു? മോളില്ലാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്, ബാക്കി കുഴപ്പമൊന്നുമില്ല. ആ ദേ മോളെ, അമ്മ കുറെ നേരമായിട്ട് ചോദിക്കുക, അമ്മക്ക് കൊടുക്കുക കേട്ടോ. ഫോൺ ശ്യാമക്ക് കൈമാറിക്കൊണ്ട് രവി പറഞ്ഞു. ആ അമ്മയ്ക്ക് കൊടുക്കച്ചേ. ഹലോ മോളെ. ഹലോ അമ്മ. എന്തൊക്കെയുണ്ട് മോളെ? ആദ്യമോനൊക്കെ സുഖല്ലേ? ശ്യാമ ചോദിക്കുന്ന കേട്ടോ ശിവക്ക് ചൊറിഞ്ഞു കയറി. നല്ല ബെസ്റ്റ് ചോദ്യം. കല്യാണം കഴിഞ്ഞൊരു ദിവസം ആയപ്പോഴേക്കും അമ്മയ്ക്ക് മരുമോന് മതിയല്ലേ? കേട്ടില്ലേ, ആദ്യമോന് സുഖാണോന്ന്? ഞാനെന്താ അമ്മയുടെ മോളല്ലേ, എനിക്ക് സുഖാണെന്ന് അറിയണ്ടേ? ഒരു ആദ്യമോൻ, ഇതൊന്നും അത്ര നല്ലതല്ല അമ്മേ. വെരി ബാഡ്, വെരി വെരി ബാഡ്. ശിവ പരിഭവത്തോടെ പറഞ്ഞു. ഒന്ന് പോടി, എനിക്ക് നിന്നെ പോലെ തന്നെയാ ആദ്യമോനും. ഒരസൂയക്കാരി വന്നിരിക്കുന്നു. ശ്യാമയും വിട്ടുകൊടുത്തില്ല. ഓ, എന്നെ പോലെ ആക്കണ്ട. അമ്മ മൊത്തത്തിൽ തന്നെ അങ്ങ് ഏറ്റെടുത്തോ. എനിക്ക് ഇവിടെ ഒരു അമ്മയുണ്ട്, എന്റെ പഞ്ചാര ദേവുമ്മ. പാവം ദേവകി ചേച്ചി, വല്ലാത്തൊരു അവസ്ഥയായി പോയില്ലേ? ഇനി അങ്ങോട്ട് നിന്നെ സഹായിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ സഹതാപം തോന്നും എനിക്ക്. ശ്യാമ ഒരു ലോഡ് പുച്ഛം വാരി വിതറി. ദേ അമ്മ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മ തൽക്കാലം ഫോൺ വേറെ ആർക്കെങ്കിലും കൊടുക്ക്. ശിവയും ശ്യാമയും അടിയായെന്ന് കണ്ടതും രവി വേഗത്തിൽ ഫോൺ തിരികെ വാങ്ങിച്ചു. എല്ലാവരുമായി ശിവ ഒത്തിരി നേരം സംസാരിച്ചു. പക്ഷേ വീണത് ഹോസ്പിറ്റലിൽ പോയതൊന്നും മനഃപൂർവ്വം പറഞ്ഞില്ല. ശരി, ഞാൻ വിളിക്കാം. ശിവ കോള് കട്ട് ചെയ്തു.
അത് കേട്ടുകൊണ്ടാണ് ദേവകി അങ്ങോട്ടേക്ക് വന്നത്. ആരായിരുന്നു മോളെ? വീട്ടിൽ നിന്നായിരുന്നമ്മേ. മോൾക്ക് വയ്യാത്ത കാര്യം അവരോട് പറഞ്ഞില്ലേ? ഇല്ലമ്മേ, പറഞ്ഞ അച്ഛനാകെ ടെൻഷനാവും. അമ്മയ്ക്ക് അറിയില്ലേ, പണ്ട് മുതലേ അങ്ങനെയല്ലേ. എനിക്ക് വയ്യെന്ന് കണ്ട അച്ഛക്കായിരിക്കും ഏറ്റവും ടെൻഷൻ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അത് നന്നായി മോളെ, വെറുതെ എന്തിനാ അവരെ കൂടി ടെൻഷനാക്കുന്നത്? ദേവകിയും ശിവയുടെ അഭിപ്രായത്തോട് യോജിച്ചു നിന്നു. മോള് സാരി അല്പം മേലേക്കിട്ടെ, അമ്മ ചൂട് പിടിക്കട്ടെ. ദേവകി പറഞ്ഞു കേട്ട് ശിവ സാരി പൊക്കിയതും ആദ്യം അങ്ങോട്ടേക്ക് വന്നും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് ആദ്യം കണ്ടതും ശിവയൊന്നും ഞെട്ടി. സാരി പൊങ്ങിക്കിടക്കുന്ന താഴ്ത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ദേവകി ഉള്ളതുകൊണ്ട് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ ആദ്യം വല്ലാതായി. അവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങിയ സമയത്താണ് ദേവകി എന്തോ ആവശ്യത്തിന് ദാസ് വിളിക്കുന്നത് കേട്ടത്. എന്താ ദാസേട്ടാ? ദേവകി വിളിച്ചു ചോദിച്ചു. താൻ ഇങ്ങോട്ടൊന്ന് വന്നേ, ആ നമ്പ്യാരുടെ ഫയൽ താനല്ലേ എടുത്തു വെച്ച്, അതൊന്ന് വേഗം എടുത്തുക. അത്യാവശ്യമാണോ ദാസേട്ടാ? ഞാൻ മോൾക്ക് ചൂട് പിടിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പൊ തന്നെ അവർക്കത് അയച്ചു കൊടുക്കണം. ആദ്യം ഇല്ലേ അവിടെ, അവൻ മോൾക്ക് ചൂട് പിടിച്ചു കൊടുക്കട്ടെ. ദാസ് പറഞ്ഞു കേട്ടതും ആദിയും ശിവയും ഒരുമിച്ച് ഞെട്ടി. അത് ശരിയാണല്ലോ മോനെ ആദി, നീ മോൾക്കൊന്ന് പിടിച്ചു കൊടുക്കണേ, അമ്മ വേഗം അങ്ങോട്ട് ചെല്ലട്ടെ. ആദിയുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ ദേവകി അവിടുന്ന് പോയി. ഞാൻ തന്നെ ചെയ്തോളാം, ഇയാൾ പോയി. ശിവ ആദിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അതിനാര് ചെയ്യാൻ വരുന്നു? നീ തന്നെ ചെയ്തോ, ഞാൻ നിനക്ക് എഴുതാൻ പോകുന്നൊന്നുമില്ല. ആദിയുടെ മറുപടി കേട്ടതും ശിവ ചമ്മി. അവളുടെ ഭാവം കണ്ട് അവന് ചിരി പൊട്ടിയെങ്കിലും തൽക്കാലം അവനത് കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. എന്നാ പിന്നെ പോയിക്കൂടെ? ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് ശിവ അവനെ നോക്കി ദേഷ്യപ്പെട്ടു. അത് നടക്കില്ല, ഞാനെന്തായാലും ഇപ്പൊ പോവില്ല. എന്താണെന്ന് വെച്ചാ അഥവാ പെട്ടെന്ന് അമ്മയെങ്ങാനും വന്നാൽ അത് കുഴപ്പമാവും. എന്നെ ഇവിടെ കണ്ടില്ലേ അമ്മക്ക് സംശയമാവും, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കാം. അതും പറഞ്ഞ് ആദ്യ കട്ടിൽ അവൾക്ക് അരികിലേക്ക് ഇരുന്നു. അതെങ്ങനെ ശരിയാവും? ഇയാൾ ഇവിടെ ഉണ്ടാവുമ്പോ ഞാനിങ്ങനെ... ശിവ ബാക്കി പറയാൻ നിർത്തി. ഞാൻ നോക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ആണെങ്കിൽ ആ പേടി വേണ്ട. അത്രയും പറഞ്ഞ് ആദ്യ വേഗത്തിൽ തിരിഞ്ഞിരുന്നു. അത് കണ്ടതും ശിവ മെല്ലെ തുണിയെടുത്ത് വെള്ളത്തിൽ മുക്കി ചൂട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൾക്കതിന് കഴിഞ്ഞില്ല. കാൽ നീട്ടിയിരിക്കുന്നതിനാൽ കൈ അങ്ങോട്ടേക്ക് എത്തിയതേയില്ല. കുറെ സമയം അവൾ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. കഴിഞ്ഞോ? എന്ത്? അല്ല, നിന്റെ പരാക്രമം കഴിഞ്ഞോന്ന്. അത് കേട്ടതും ശിവ മുഖം തിരിച്ചു. പെട്ടെന്ന് തന്നെ ആദ്യം എഴുന്നേറ്റ് ശിവക്ക് അഭിമുഖമായിരുന്നു അവളുടെ കയ്യിലെ തുണി പിടിച്ചു വാങ്ങി. ശേഷം തുണി വെള്ളത്തിൽ മുക്കി അവളുടെ കാലിലേക്ക് വെച്ചു. ശിവ തടയാൻ നോക്കിയെങ്കിലും അവന്റെ കരുത്തിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യം മറ്റൊന്നും ശ്രദ്ധിക്കാതെ ശിവക്ക് പൊള്ളാത്ത തരത്തിൽ ചൂട് പിടിച്ചുകൊണ്ടിരുന്നു. ശിവ ആദിയെ നോക്കി. അവന്റെ കണ്ണിലുള്ള ഭാവം വാത്സല്യം മാത്രമായിരുന്നു. ഇപ്പോൾ അവൾക്ക് അവന്റെ മുന്നിലിരിക്കുന്നതിൽ ജാളിതയും തോന്നിയില്ല. ചൂട് പിടിച്ചു കഴിഞ്ഞതും അവൻ തന്നെ ഓയിൻമെന്റും പുരട്ടിക്കൊടുത്തു. താങ്ക്സ്. ശിവ ആദിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞത് കേട്ട ഭാവം കാണിക്കാതെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ജാടക്കാരൻ. അത് കണ്ടതും ശിവ കുറച്ച് ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. ആദ്യം അത് വ്യക്തമായി കേൾക്കുകയും ചെയ്തു. അവനൊന്ന് തിരിഞ്ഞവൾ നോക്കി. അവൻ നോക്കുന്നെന്ന് കണ്ടതും അവൾ വേഗം തലതാഴ്ത്തി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടീ ശിവ, ആദ്യം മനസ്സിൽ പറഞ്ഞ് ചിരിയോടെ നടന്നു.